ഇന്നത്തെ ലോക്കൽ ഫോക്കസ് വയനാട്ടിലാണ്. വയനാട് പൂതാടി പഞ്ചായത്തിലേക്ക് നടവയൽ ചീരവയലിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. രൂക്ഷമായ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ കാവലേർപ്പെടുത്തിയെങ്കിലും കാട്ടാനയുടെ ശല്യത്തിന് മാത്രം അറുതിയൊന്നുമായിട്ടില്ല. കാട്ടാന ശല്യം മൂലം കർഷകർ പോറുതി മുട്ടി കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് അവിടെ. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ദീപക് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ദീപക് മോഹൻ, വയനാടിന് വന്യമൃഗങ്ങൾ ഒരു ഭീഷണിയായി അവ നാട്ടിലിറങ്ങി ജീവനെടുക്കുന്നു, കൃഷിയെടുക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു സ്ഥിര പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇപ്പോൾ ദീപക് നിൽക്കുന്ന ഇടത്തെ ആളുകൾ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ട് എന്താണ് ദീപക്? സുജിയ, വയൽനാടായ വയനാട്ടിൽ വന്യമൃഗശല്യത്തിന് ഒരു അറുതി ഇനിയും ഉണ്ടായിട്ടില്ല. നിരവധി പേരുടെ ജീവൻ വരെ പൊലിയുന്ന അവസ്ഥയുണ്ടായി. നമ്മളിപ്പോൾ ഉള്ളത് നടവയലിലാണ്. നടവയലിലെ ചീരവയൽ പാടശേഖരത്തിലാണ് ഒരു കാട്ടാനയുടെ വിളയാട്ടം. കതിരണിഞ്ഞ അരയേക്കറോളം നെൽകൃഷിയാണ് ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടാന നശിപ്പിച്ചത്. ചീരവയൽ പാടശേഖരത്തിലെ പുലിയംപറമ്പിൽ ബെന്നി, അതോടൊപ്പം വാഴപ്പറമ്പിൽ ബിനു എന്നീ രണ്ട് കർഷകരുടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇന്നലെ കാട്ടാന ഇറങ്ങി ഏക്കർ കണക്കിന് കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ ചവിട്ടി മെതിച്ചത്. ഈ പാതിരി സൗത്ത് സെക്ഷൻ എന്നൊരു വനമേഖലയുണ്ട് തൊട്ടടുത്ത് തന്നെ. ആ സ്ഥലത്ത് നിന്നിറങ്ങുന്ന കാട്ടാനയാണ് ഇന്ന് പുലർച്ചെ എത്തി ഈ നെൽപ്പാടങ്ങൾ ചവിട്ടി മെതിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കതിരണിഞ്ഞ് കൊയ്യാറായിട്ടുള്ള പാടങ്ങളാണ്. ഇന്ന് പുലർച്ചെ ഈ പാടത്ത് കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് തുരത്താനെത്തിയ കർഷകർ കാട്ടാന പാഞ്ഞെടുത്തു. തലനാരിഴയ്ക്കാണ് ഇന്നലെ ഈ ബെനിച്ചേട്ടൻ രക്ഷപ്പെട്ടത്. ബെനിച്ചേട്ടൻ നമ്മളോടൊപ്പം. ബെനിച്ചേട്ടൻ, ഇന്ന് രാവിലെ എന്താ സംഭവിച്ചത്? രാവിലെ ഞാൻ ആനയോ വീട്ടിൽ നിന്ന് ഒരു ഒച്ച കേട്ട് ഇറങ്ങി വന്നായിരുന്നു. അപ്പം നോക്കുമ്പോൾ വയലിലൊരു ആന ഇരിക്കുന്നു. ആന വന്നു, ആനയെ ഓടിച്ചു. ആന പറമ്പിലോ തോട്ടത്തിലോട്ട് കയറി. തോട്ടത്തിൽ കയറി കുറച്ചും കൂടെ അങ്ങ് ഓടിച്ചു വിടാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേനും ആന തിരിഞ്ഞു വന്ന് ഓടി വന്ന് ഞാനിവിടെ കമ്പി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കമ്പിയെ തട്ടി വീണ് കാലിച്ചിരി മുറിവൊക്കെ വന്നു. പിന്നെ അയൽവാസികളൊക്കെ വിളിച്ച് അന്നേരത്തേനും പടക്കമൊക്കെ പിടിച്ച് ആന അങ്ങ് പോയി. പിന്നെ അതേപോലെ ഇന്നും രാത്രിയും അതേപോലെ ആന വരുന്നു. പുലർച്ചെയാണോ? പുലർച്ചെ 4:30 5 മണിക്ക് പാല് കൊടുക്കാൻ പോകുന്ന സമയത്തൊക്കെയാണ് ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ കൃഷി ഇത്രയായി നെല്ലിപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് നെല്ല് കൊയ്യാം. ഇത്രയും പൈസ മുടക്കിയിട്ട് സർക്കാരാണെങ്കിൽ നമുക്കൊരു പൈസ തരുന്നില്ല, വനം വകുപ്പാണ് വന്ന് നോക്കൂല. സുജയാത്രത്തിൽ ഇന്നലെ കാട്ടാനയ്ക്ക് മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ ബെന്നിച്ചേട്ടന് കാലിന് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ പുലയംപറമ്പിൽ ബിനു എന്നൊരാളുണ്ട് ഇവിടെ. പുള്ളിയും ആളുടെയും നെൽകൃഷിയും ഇന്നലെ കാട്ടാന നശിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രി താങ്കളുടെ വീടിന് മുമ്പിലായിരുന്നു അല്ലേ കാട്ടാന? ഇന്നലെ വെളുപ്പിന് 5 മണിക്ക് വീടിന് മുമ്പിലായിരുന്നു. പാല് കൊടുക്കാൻ വേണ്ടി കറന്നുകൊണ്ടിരുന്നപ്പോൾ കറന്ന് കഴിഞ്ഞ് പാത്രം എടുത്തുകൊണ്ട് മുറ്റത്ത് ആന നിൽക്കുന്നു. അതുകൊണ്ട് പാല് കൊടുത്തില്ല, പാല് തിരിച്ചു കൊണ്ടുപോയത്. വയനാട്ടിലെ കർഷകരുടെ വലിയ ഒരു ആശങ്ക തന്നെയാണ്. വർഷം തോറും വയലിൽ കൃഷി ഇറക്കാതെ ഈ വയലിലെ കൃഷി എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും, അതായത് ദിവസവും വന്ന് കൃഷി ചെയ്യുന്നതല്ല. കൃഷി ഇറക്കി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. അത് വിളവിലേക്ക് എത്തണം, നെൽക്കതിർ പാകമാകണം. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. ഇതുമൂലം അവർക്കുണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും തയ്യാറാകാറുണ്ടോ? ഇവരുടെ ഈ അവസ്ഥ, അതായത് കൃഷി നശിക്കുന്ന അവസ്ഥ അറിഞ്ഞാലുടൻ അതിനൊരു പരിഹാരത്തിന് അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ ഒക്കെ അധികൃതർ തയ്യാറാകുന്നുണ്ടോ? അതുകൂടി ചോദിക്കാം അവരോട്. ഈ നെൽകൃഷി നശിച്ചതിൽ സാധാരണഗതിയിൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ ഭാഗത്ത് ഒന്നും കിട്ടാറില്ല. ഒരു സാധനം കിട്ടാറില്ല, കൃഷിഭവനും കിട്ടാറില്ല, ആരുടെ കിട്ടാറില്ല. സ്വന്തം ചെലവിലാണ് ഞങ്ങൾ നടത്തുന്നത്. ആണെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ട് ആന കുറെ കളഞ്ഞു. അവിടെ പോയി ഞങ്ങൾ പരാതി കൊടുത്തു, വെച്ചും കൊടുത്തു. അതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയാണ് അക്കൗണ്ട് നമ്പർ ചോദിച്ച് വിളിക്കുന്നത്. നമുക്കൊരു 10 പൈസ കിട്ടുമല്ല. പിന്നെ നമ്മളെന്തിനാ വെറുതെ ഇതിനു വേണ്ടി മെനക്കെടുന്നത്? ഫോട്ടോ എടുക്കണം, നിരീക്ഷിച്ചിട്ട് വേണം, മറ്റേ ഫോട്ടോ എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവര് ഒന്ന് തിരിഞ്ഞു പോലും ഇൻഷുറൻസോ നഷ്ടപരിഹാരം ഒന്നും തരാറില്ല. കഴിഞ്ഞ 3 കൃഷിക്ക് മുമ്പേ കൊടുത്തിട്ട് ഇപ്പോഴാണ് നമ്മളോട് ചോദിക്കുന്നത് അക്കൗണ്ട് നമ്പർ. അന്ന് അക്കൗണ്ട് നമ്പർ എല്ലാം റെഡിയാക്കി കൊടുത്തതാ. എന്നിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത് നമ്മളോട് അക്കൗണ്ട് നമ്പർ. അപ്പോഴത്തേനും അടുത്ത കൃഷി പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തിനാ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സുജയ, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ എന്നും കണ്ണീരും കടവും മാത്രമാണ് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ ഈ ഇത്തരത്തിൽ ഇൻഷുറൻസ് ബന്ധപ്പെട്ട കൃഷി വകുപ്പിന് രേഖകൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ പോലും ഇത്തരത്തിൽ ഇവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വയലിൽ അദ്ദേഹം ഒരു ബൾബ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ബെനിച്ചേട്ടൻ, എന്തിനാണ് ആ ബൾബ്? അതൊരു ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആന വെളിച്ചം കണ്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ് വെച്ചത്. അങ്ങനെയല്ല, നമുക്കൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ വരാണ്ടിരിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുവാണ്. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അല്ലാണ്ട് നമുക്ക് ഇവിടെ വയലിൽ കാവലിരിക്കാൻ പറ്റിയല്ലോ.
തന്റെ വീട് ടാപ്പിങ്ങിന് പോകണം, രാത്രി ടാപ്പിങ്ങിന് പോകണം. അന്നേരം ഇവിടെ വയലിൽ നമുക്ക് വരാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ലൈറ്റ് ഇട്ടേച്ച് പോയാൽ വരാണ്ടിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളങ്ങനെ ചെയ്തു വെക്കുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾ അസ്തമിക്കുന്നതാണ് കാട്ടാനയുടെ കാൽപ്പാടുകൾ കൃഷി നശിപ്പിച്ചിട്ടിരിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ദീപക്, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം. ഇതിൽ കൃത്യമായി ഇടപെടാത്തത് എന്തുകൊണ്ടാണ് എന്നതിലേക്ക് കൂടി നമുക്ക് നമ്മുടെ ശ്രദ്ധയെത്തണം. കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന് തൊട്ടു മുൻപ് അത് നശിച്ചു പോകുന്ന കർഷകന്റെ വിഷമം അത് അധികൃതർ മനസ്സിലാക്കി അതിനുള്ള സംവിധാനങ്ങൾ, മറ്റു കൃഷിയൊക്കെ നശിക്കുമ്പോൾ കൊടുക്കുന്നത് പോലെയുള്ള സഹായം കൊടുക്കാനെങ്കിലും സർക്കാർ സംവിധാനം തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.